ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബൈദ്. ഇന്ന് നോമ്പ് 6-ൻ്റെ ഒരു കുഞ്ഞു വിശേഷമായിട്ടാണ് വന്നത്. നമ്മളെ വീട്ടിലൊരു കുഞ്ഞു നോമ്പ് തുറണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ട്സുകൾ കുറച്ച് പേര് അങ്ങനെ ചേർന്നിട്ട് ഒരു നോമ്പ് തുറണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പത്തിരിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പത്തിരിയും മട്ടൻ കുറുമ, പിന്നെ നമ്മൾ എണ്ണപ്പലഹാരങ്ങളൊന്നും നോമ്പ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്കത് ഇഷ്ടമില്ല കഴിക്കാൻ. അപ്പോൾ പിന്നെ അത് നമ്മൾ ഉണ്ടാക്കാറുമില്ല. അപ്പോൾ ഫ്രണ്ട്സുകളും പറഞ്ഞ് അത് വേണ്ട, പിന്നെ അതായിട്ട് കഴിച്ചാൽ പിന്നെ നമ്മളെ വയറിനൊരു സുഖം ഉണ്ടാവില്ല, പിന്നെ ശരിക്കും ഇങ്ങനെ ഫുഡ് കഴിക്കാനും പറ്റൂലല്ലോ. അപ്പോൾ നബീല നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 12 മണിക്ക് ശേഷമാണ് കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ നബീല വരുമ്പോൾ അതിന് പൊടിയൊക്കെ ഇങ്ങനെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നബീല വന്നതിന് ശേഷം ഞാനും നബീലയും കൂടി പൊടിയൊക്കെ കുഴച്ച് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ റിസമോൾ ആ ഉണ്ടൻ്റെ ഒക്കെ അടുത്ത് അങ്ങനെ വന്ന് നിന്ന് ഓൾക്കൊന്ന് അതിൽ നിന്ന് കളിക്കാൻ കിട്ടണം, അതിനാണ് അവൾ അവിടെ ഇങ്ങനെ നമ്മളെ സോപ്പിട്ടിരിക്കുന്നത്. ഇപ്പം ഞാനും നബീലയും കൂടി ഇതാ പത്തിരിയൊക്കെ പരത്തുകയാണ്. നബീല നമ്മളെ ഫാമിലി ഫ്രണ്ടാണ് കേട്ടോ. കണ്ടിട്ടുണ്ടാവില്ല, വീഡിയോയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പത്തിരി നല്ല പോലെ വാട്ടിയെടുത്ത് കുഴച്ച് നല്ല നൈസായിട്ട് പരത്തുന്ന ഒരു റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല നൈസ് പത്തിരി കിട്ടുന്ന ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തൊരു പത്തിരിയാണ്. ഇപ്പോൾ ഇത് കണ്ടത് നല്ല വട്ടത്തിൽ നൈസായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാത്തവരെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ നമ്മൾ പത്തിരി ഇങ്ങനെ പരത്തിയിരുന്നു. അപ്പോൾ ഞാൻ ഈ പത്തിരിക്ക് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കവർ ഇതാ ഇതുപോലെ ഇടൂട്ട്, എന്നിട്ടാണ് പത്തിരി പരത്തിയെടുക്കുക. അപ്പോഴാണ് നല്ല നൈസ് പത്തിരി, നല്ല വട്ടത്തിൽ നല്ല വലിയ പത്തിരി തന്നെ നമ്മൾക്കായി കിട്ടും. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ആ ഒരു വീഡിയോ കുറേ പേര് കണ്ടിട്ടുണ്ട് കേട്ടോ. 25 വ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ പത്തിരി പരത്തലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ പത്തിരി ചൂടുകയാണ് നബീല. അവിടെ നല്ല ഭംഗിയിൽ പത്തിരി ആ തട്ടിലിങ്ങനെ വെച്ചിട്ടുണ്ടായിട്ട് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. അപ്പോൾ ഞാനത് അപ്പുറത്ത് റവ ഉണ്ടാക്കുന്നുണ്ട്, റവ കാച്ചണേ. പിന്നെ കുക്കറിൽ ബീഫല്ല സോറി മട്ടൻ വെച്ചിട്ടുണ്ട്. മട്ടൻ കുറുമ ആക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ പത്തിരി ഇതൊക്കെ ഒരു വിധം പണികളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നബിലൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാൻ നിൽക്കുകയായിരുന്നേ. ഇപ്പോൾ ഇതാ ഞാൻ കസ്റ്റാർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചൂടാറി കിട്ടേണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വേഗം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മട്ടൻ കുറുമയിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ അരച്ചെടുത്തിട്ട് വേണം കുറുമ റെഡിയാക്കാൻ. അപ്പോഴത്തേന് ഇതാ ഫൗമി വന്ന് ഫൗമി ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാണ്. അംസ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അംസ സെറുബേബിനായിട്ട് അങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഫൗമിയും നബീലയും കൂടി തന്നെയാണ് പിന്നെ ഫ്രൂട്ട്സൊക്കെ കുറേ കട്ട് ചെയ്തിട്ട് അങ്ങനെ അസറിൻ്റെ ശേഷം പിന്നെ നബീല പോയിട്ട് വരാം. പിന്നെ നെസ്സിയും ഉണ്ടായിരുന്നു കേട്ടോ. നെസ്സിയും ബാപ്പും എല്ലാവരും കൂടി വരാണ്ടിരുന്നു. അപ്പോൾ നെസ്സി റിസമോളെ അമ്മയാണ് കേട്ടോ. നെസ്സി എന്ന് പറയുന്നത് ഇതിൽ വീഡിയോയിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫൗമിനെ പിന്നെ കാണുന്നുണ്ടാവും, എല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ. ഫൗമി കുറേ വീഡിയോയിലുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഷംസും നവാസും പെട്ടിട്ടില്ല. നവാസിന് ഡ്യൂട്ടിയാണ്, അത് കാരണം അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരില്ലേന്ന്. അപ്പോൾ കസ്റ്റാർഡിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെയാണ് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഫൗമിയും നബീലയും കൂടി കേട്ടോ. പിന്നെ ഇതാ മട്ടൻ കുറുമ ആയിട്ടുണ്ട്. അങ്ങനെ ഓരോ പണികളൊക്കെ നമ്മൾക്ക് വേഗം വേഗം നമ്മളിങ്ങനെ 3 പേരുള്ള കാരണം വേഗം അങ്ങോട്ട് തീർന്ന്. പത്തിരിപ്പണിയാണ് ആകെ പ്രയാസമുള്ളൊരു പണിയല്ലേ. അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ ഞാനും നബിലയും കൂടി അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫൗമിൻ്റെ കൈമേൽ ഒരു മുറിയൊക്കെ ഉണ്ട് കേട്ടോ. ഫൗമി മിക്സിൻ്റെ ജാറിൽ അങ്ങനെ കൈ കുടുങ്ങിയിട്ട് വിരലിൽ ചെറിയൊരു മുറിയൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ എന്നാലും ഓരോ ഫ്രൂട്ട്സൊക്കെ അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ റവ ഒക്കെ ചൂടാറാൻ ഞാനിതാ ഒന്നുകൂടി ഇങ്ങനെ വന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ചൂടാറിക്കട്ടെ. റവ കസ്റ്റാർഡ് പിന്നെ ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു തണുപ്പ് വേണമല്ലോ. പിന്നെ ഇവിടെ തണുപ്പായ കാരണം കൂടുതൽ അങ്ങനെ തണുപ്പിക്കാനും പറ്റില്ല. തണുപ്പായിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ചുമയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. നോമ്പൊക്കെ നോൽക്കാനും നല്ല സുഖമാണ്. അങ്ങനെ പിന്നെ ഞാനും ഒന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് റെഡിയായി. അപ്പോൾ എല്ലാവരും വരാനൊക്കെ ഏകദേശം 4:30-5 മണിയൊക്കെ ടൈം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 6:15 ഇവിടെ ബാങ്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫൗമിനോട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കേണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇന്നൊരു ചെറിയൊരു വിശേഷം കൂടി ഉണ്ടായിട്ടോ ഈ ഒരു ദിവസം. അതാണ് നമ്മൾ അന്ന് തന്നെ നോമ്പ് തുറ ആക്കാൻ വിചാരിച്ചത്. അംസൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ സീനു വിളിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു കുഞ്ഞൊരു സർപ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരു കേക്കും പിന്നെ ഒരു ഷൂവും അവനക്ക് അങ്ങനെ ഡ്രസ്സാണ് സീനു പറഞ്ഞത്, അംസൻ്റെ വൈഫ് പറഞ്ഞത്. പിന്നെ എന്താണ്
ബുജൈറും ജാഫറൊക്കെ പറഞ്ഞ് ഷർട്ട് വേണ്ട, അവനക്ക് ഷൂ ആക്കാം. ഷൂ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, അപ്പോൾ ഷൂ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അവന് ഷൂവിന് ചെറിയൊരു കേട് പറ്റിയിട്ടുണ്ട്. ഏതായാലും അവന് പുതിയത് വാങ്ങാൻ നിൽക്കണം. അപ്പോൾ പിന്നെ കൊടുക്കുമ്പോൾ നമ്മൾ ഉപകാരത്തിൽപ്പെട്ടത് തന്നെ ആയിക്കോട്ടെ അല്ലേ, അതല്ലേ നല്ലത്. അങ്ങനെ പിന്നെ ഷൂ ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി കാണാം കേട്ടോ, ആ കേക്ക് കട്ട് ചെയ്യാനും എല്ലാം കൂടി. ഇപ്പം ഞാനിതാ ജ്യൂസ് അടിക്കുകയാണ്. ക്യാരറ്റും ഈത്തപ്പഴം പാലും കൂടിയാണ് ജ്യൂസ് അടിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് സ്നാക്സ് ഒന്നും ഉണ്ടാക്കാറില്ല. ചെറിയ നോമ്പുതറ ഞങ്ങള് 8-9 പേരുണ്ട്. അപ്പൊ ഷംസു നവാസും വന്നിട്ടില്ല. അവർക്ക് നവാസിന് ഡ്യൂട്ടി കഴിയുമ്പോഴത്തേന് ഇവിടുത്തെ 8 മണി 9 മണിയൊക്കെ ആവുന്നതാണ്. അപ്പൊ അവരെത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങള് ഫൗമിയുണ്ട്, ബുജൈർ, ജാഫർ, ഞങ്ങൾ 3 പേര്. പിന്നെ ഇവിടുന്ന് നസി, ബാപ്പു, നബീല റിസമോളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, കുറെ പേർക്ക് അറിയണ്ടാവും എന്റെ വീഡിയോയിലെ റിസമോള്. അപ്പൊ അവരെ ഫാമിലിയും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ 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 പിന്നെന്ന് പറയാനുള്ളത് ഇതെന്താണെന്നല്ലേ, ഇത് ഗിഫ്റ്റാണ്. ഇന്ന് അംസന്റെ വെഡിങ് ആനിവേഴ്സറിയാണ് നാളെ. അപ്പൊ നമ്മള് നാളെ നോമ്പ് തുറ ആക്കാന്ന്. അപ്പൊ പിന്നെ ബുജേറിനൊന്നും ലീവ് ഇല്ലാത്ത കാരണം ഇന്ന് ആക്കിയതാണ്. അപ്പൊ ഇത് അവനക്കൊരു ഗിഫ്റ്റ് വാങ്ങിയതാണ്. പിന്നെ സീനു അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സർപ്രൈസ് കൊടുക്കാന്. അങ്ങനെ പിന്നെ ഷൂ ആണ്, ഷർട്ടാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടുന്ന് ബുജൈറും ജാഫറൊക്കെ പറഞ്ഞു അവന്റെ ഷൂ എന്തോ ഒരു ചെറിയ കേടുണ്ട്, അപ്പൊ പുതിയ ഷൂ വാങ്ങാൻ. എൻ്റെ ഷൂ ആണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഒരു കേക്കും ഉണ്ട്. അപ്പൊ ഇനി ഇതൊക്കെ കൊടുക്കലും കേക്ക് കട്ടിങ്ങും ഒക്കെ നോമ്പ് തുറന്നതിന് ശേഷമാണ്. അപ്പൊ അതൊക്കെ നമ്മൾക്ക് കാണട്ടോ. ഇപ്പൊ അതൊക്കെ ഹോമി ഇവിടെ ഉണ്ട്. ഹോമി ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട്. നബീല ഉണ്ട്, നബീല പത്തിരി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഈ അസറൊക്കെ നിസ്കരിച്ചിട്ട് വരാൻ തന്നെ പോയിട്ടുണ്ട്. അപ്പൊ എല്ലാവരൊക്കെ തപ്പിന് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി. ഇതിപ്പോ നല്ല റെഡിയാണ് കേട്ടോ. ഇതൊരു ഷൂ ഉണ്ട്, പിന്നെ കേക്കും സെറ്റ് ആയിട്ടുണ്ട്. ഇത് അംസ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി ഇത് കൊടുക്കുമ്പോ എന്താണ് അവന്റെ ഒരു ഇത് നമ്മൾക്ക് എന്താണെന്നുള്ളത് കാണാൻ. സെറ്റല്ലേ? ഇപ്പൊ ഇതാ റിസമോളും അമ്മച്ചിയും ഒക്കെ എത്തിയിട്ടുണ്ട്. നബീലൊക്കെ എത്തിയിട്ടുണ്ട്. ബാപ്പു എത്തിയിട്ടില്ല. ബാപ്പു കുറച്ച് കഴിയുമ്പോഴത്തേന് വരും തന്നെ. അപ്പൊ റിസമോള് ഉറങ്ങിയിട്ടില്ല. ഇന്ന് അവൾക്ക് ഇവിടെ കുറച്ച് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നേ. പിന്നെ അവള് വീട്ടിലേക്ക് പോയതായിരുന്നു നബീല പോകുമ്പോ. അപ്പൊ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര കുറുമ്പായിരുന്നു, ഉറക്കം വരണേന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതാണ് റിസമോളെ അമ്മ ട്ടാ. ഇവള് ഇവിടെ റസൽ ഗൈമ സ്കൂളില് ടീച്ചറാണ്, അറബിക് ടീച്ചറാണ്, മാഷാ അല്ലാ. പിന്നെ നബീല അതാ അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നെസി മാറി കളിക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവളോട് പറഞ്ഞിരുന്നു എൻ്റെ ഈ മാറിക്കളിക്കൽ എന്തായാലും ഞാൻ വീഡിയോയിൽ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നബീലയും ഫൗമിയും എല്ലാവരും കൂടി ഇതാ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇക്കൊന്നും ഷോപ്പിൽ നിന്ന് എത്തിയിട്ടില്ല കേട്ടോ. അവർക്കൊന്നും പെട്ടെന്നുകൊണ്ട് വരാൻ പറ്റൂലല്ലോ. അപ്പോൾ ബാങ്ക് കൊടുക്കണ കുറച്ച് മുന്നേ ആയിട്ട് അവരെത്തുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തന്നെ ഇതോടെ റെഡി ആക്കിയിട്ടുണ്ടെന്ന്. ചെറുബേബി ചെറുബേബി ഇപ്പോൾ ഫോണിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഫോൺ കിട്ടിയപ്പോൾ കാർട്ടൂൺ കണ്ട് അങ്ങനെ ബാങ്ക് കൊടുക്കാൻ പിന്നെ കുറച്ച് ടൈമും കൂടിയൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾക്ക് എല്ലാതും ഒന്ന് സെറ്റാക്കുക എന്നുള്ളതിൽ നമ്മൾ ക്ലാസ്സും ഓരോന്നൊക്കെ അവിടെ റൂമിൽ കൊണ്ടുവന്ന് നിൽക്കുകയാണ്. അപ്പോൾ കിച്ചണിൽ നിന്ന് എല്ലാതും റൂമിലേക്ക് അങ്ങനെ കൊണ്ടുവരികയാണേ. അപ്പോൾ എല്ലാതും ആദ്യം ഇരിക്കാനുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കണമല്ലോ, സപ്പറൊക്കെ ഒന്ന് വിരിച്ച് ഒന്ന് ഇതാക്കണമല്ലോ. അപ്പോൾ അതിന് ഞാൻ ഇക്കാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് പിന്നെ ഇക്കയും ഷോപ്പിൽ നിന്ന് എത്തിയിട്ടുണ്ട്. മറ്റവരൊന്നും അംസയും ജേറു ജാഫർ ബാപ്പു അവരൊന്നും എത്തിയിട്ടില്ല. ഇക്ക പിന്നെ നേരത്തെ വന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കുക എന്നുള്ളതിൽ അവിടെ ഇരിക്കാനുള്ളതൊക്കെ റെഡിയാക്കിയിരുന്നു. അപ്പോൾ ഇക്കതാ കിച്ചണിൽ വന്ന് നോക്കണേ എന്തായി എല്ലതും റെഡി ആയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാതും ഞങ്ങളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
ഇതൊക്കെ വരൂട്ടാ, ഇതൊക്കെ വരൂട്ടാ. ഇതൊന്നും വരുന്നൊന്നുമില്ലല്ലോ. പിസ ഹായ് പറ. ഓൾക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഓളറിയാം. അങ്ങനെ ഇതാ ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. ബാങ്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവിടെ നമ്മൾ ബാങ്ക് കൊടുക്കണ മുന്നേ എല്ലാവരും അവിടെ ഇരുന്ന് ഇനി കുറച്ച് ടൈമും കൂടെ ഉള്ളൂ ബാങ്ക് കൊടുക്കാൻ. പിന്നെ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്നതിനൊക്കെ ശേഷമാണ് ഇതാ ഹംസക്ക് ഗിഫ്റ്റ് കൊടുക്കണത് കേട്ടോ. ഹാപ്പി ആനിവേഴ്സറി. അത് ഞാൻ ഷോർട്സിനെടുത്ത വീഡിയോ ആയിരുന്നേ. അതാണ് അങ്ങനെ മുഖമൊന്നും ശരിക്കും കാണാതായത്. അങ്ങനെ പിന്നെ ഗിഫ്റ്റൊക്കെ ഹംസ പൊട്ടിച്ച് ഷൂ ഒക്കെ ഒന്ന് ഇട്ട് നോക്കുകയാണ്, പാകാണോ സൈസ് കറക്റ്റാണെന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ച്. പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലേന്ന് കേട്ടോ. നോമ്പ് തുറന്ന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഹംസക്ക് നമ്മൾ ഈ ഗിഫ്റ്റൊക്കെ കൊടുത്തത്. ഹംസനോട് ഈ കേക്ക് അങ്ങോട്ട് കൊണ്ടുവെക്കുന്ന പറഞ്ഞപ്പോൾ ഹംസ നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഹംസ എന്നാൽ നോമ്പ് തുറയിൽ പെട്ടതാണ് കേക്ക് എന്നാ. പിന്നെയാണ് ഇത് ആനിവേഴ്സറി എന്ന് പറഞ്ഞപ്പോഴാണ് അവനിത് എനിക്കാണോ എന്നുള്ളത് ചോദിക്കണേ. ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നേ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നേ. ഇപ്പോൾ നമ്മൾ പത്തിരിയും മട്ടൻ കുറുമ അതുപോലെ പൊറോട്ട ഒക്കെ ആയിരുന്നു. പിന്നെ ചായ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. കേക്ക് പിന്നെ കൂടുതൽ ആരും കഴിച്ചിട്ടില്ല കേട്ടോ. നോമ്പ് തുറന്നാലും പിന്നെ മധുരം ആർക്കും വേണ്ടല്ലോ. അങ്ങനെ കേക്ക് പിന്നെ എല്ലാവരും അപ്പോൾ ഒന്ന് ഇങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ അങ്ങനെ ഫ്രിഡ്ജിൽ അങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്തത്. പിന്നെ അതാ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് നോമ്പ് തുറൻ്റെ വിശേഷം അതുപോലെ ആനിവേഴ്സറി സർപ്രൈസ് ഒരു ഗിഫ്റ്റ് കൊടുക്കലും എല്ലാവരും കൂടി നല്ല രസമായി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ. എല്ലാവർക്കും ഇഷ്ടമായ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പുതിയ ഫ്രണ്ട്സുകൾ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു, ബൈ.